ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് നമുക്കൊരു PCB വീട്ടിലിരുന്ന് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പല ആൾക്കാരും ഇതുപോലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും ജസ്റ്റ് ഒരു വീഡിയോ ഇടുകയാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടും കൂടെയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനാദ്യമായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു കോപ്പർ ക്ലാഡാണ്. ഇത് വളരെ വലിയ വിലയെന്നുള്ളതല്ല, സാധാരണ 140 രൂപയ്ക്കകത്ത് വിലയുള്ളൊരു കോപ്പർ ക്ലാഡാണ് വേണ്ടത്. ഇത് കുറേ അധികം പഴക്കം ചെന്നതാണ്, അതുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് കാണുന്നത്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള നമ്മൾ ഗ്ലോസി പേപ്പർ, അതായത് ഗ്ലോസി പേപ്പർ എന്ന് പറയും ഈ ഒരു പേപ്പറിനെ, അല്ലെങ്കിൽ മാഗസീൻ പേപ്പർ എന്നും പറയാറുണ്ട്. പല കടകളിലും പല ക്വാളിറ്റിയിലാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കോപ്പി എടുക്കുന്നതിന് 30 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സർക്യൂട്ടുകൾ PDF ആയിട്ട് ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ ഡൈ ആഡിയോ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇതാണ് നമുക്ക് വേണ്ടത്. ഇനിയുണ്ട്, ഞാൻ കാണിക്കാം. കണ്ടോ, ഇതുപോലുള്ള ഗ്ലോസി പേപ്പർ എന്ന് പറയും. ഈ ഒരു പേപ്പറിൻ്റെ ഗ്ലോസി പേപ്പർ 130 GSM ആണ് ഈ ഒരു പേപ്പറിൻ്റെ കട്ടി. ഇതിൽ കൂടിയ കട്ടിയുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെയുള്ള, എനിക്കിതാണ് ചെയ്യാൻ കൂടുതൽ താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവിൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നമുക്ക് ഗ്ലോസി പേപ്പറിൽ PDF ആയിട്ടുള്ള ഫയലിന് നമുക്ക് ഫോട്ടോഷോപ്പിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പ്രിൻറ്റ് വഴി ഇതിലോട്ട് ആക്കാൻ പറ്റും. അത് നിങ്ങൾ കടയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. നമുക്ക് ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാർത്തിക ഗ്രാഫിക്സ് വഴുതക്കാട് വിമൻസ് കോളേജിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ പോയി കഴിഞ്ഞാൽ അവർ ഇതുപോലെ ചെയ്തു തരും. അപ്പോൾ ഇതുപോലെ നമ്മൾ പേപ്പറിൽ ആക്കുക, അതാണ് ആദ്യം ചെയ്യാനുള്ളത്. അത് നിങ്ങൾക്ക് അളവ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A4 100% ഇട്ടിട്ട് നമുക്ക് ഔട്ട് എടുക്കാം, പ്രിൻ്റ് എടുക്കാം. ഇനി A3 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അളവുണ്ടായിരിക്കും. PCBയുടെ അളവ് എത്രയാണോ വേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ അളവിലൊക്കെ ആക്കിത്തരും. ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന വ്യത്യാസം ആണെന്നുണ്ടെങ്കിൽ പിന്നെ കോപ്പർ ക്ലാഡിലോ അല്ലെങ്കിൽ നമ്മൾ IC ചിപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് റെസിസ്റ്ററൊക്കെ നമുക്ക് ഇടാൻ പറ്റും. IC വരുന്ന സമയങ്ങളിലാണ് നമുക്ക് അതിൻ്റെ ഇതുമായിട്ട് മാച്ചിങ് അല്ലാതെ വരുന്നൊരവസ്ഥ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ നേരത്തെ മാക്സിമം PCBയുടെ അളവ് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അളവ് ഒന്നുകിൽ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ PDF കറക്റ്റ് അളവാണെന്നുണ്ടെങ്കിൽ A4 പേപ്പറിൽ 100% ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു പ്രിൻ്റ് ചെയ്ത് കിട്ടും. അതാണ് ഫസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുന്നത് JLH, നമ്മുടെ ഗ്രൂപ്പിലെ മധുസാർ വരച്ചത്. ഇത് വേറെ ആൾക്കാർ കാണുന്നുണ്ടായിരിക്കും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരും കൂടെ അറിയുന്നതിന് വേണ്ടി പറയുന്നതാണ്. നമുക്കൊരു ഗ്രൂപ്പുണ്ട്, ആഡിയോ ടീം വർക്ക് എന്ന് പറയുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഒരു ഗ്രൂപ്പിലേക്കുള്ള ആൾക്കാരെ കൂടെ ഈ ഒരു ചാനൽ വഴി ഞാൻ പരിചയപ്പെടുത്തി തരാം. ജോഷി സാറുണ്ട്, ലിയാഡൽ ജോഷി സാറ്, മധു സാറ്, വർഗീസ് സാർ എല്ലാം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അപ്പം പിന്നെ വിനോദ് തൃത്താല, എല്ലാവർക്കും പരിചയമുള്ളൊരു ആളാണ്. വിനോദ് തൃത്താല ചേട്ടാ PCB ഒക്കെ ചെയ്യുന്ന ആൾ. അപ്പം നമ്മുടെ ഗ്രൂപ്പ് വളരെ നല്ലൊരു ഗ്രൂപ്പാണ്. എല്ലാവരും ആ ഗ്രൂപ്പിൽ വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആഡിയോ ടീം വർക്ക് എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. അപ്പം ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു PDF ആണ്, മധു സാർ വരച്ച് തന്ന ഒരു PDF ആണ് ഈ കാണുന്ന ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു PDF ആണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനാദ്യമായിട്ട് വേണ്ടത് ഈ ഒരു കത്രികയാണ്. ഈ ഒരു കത്രിക എടുത്തിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. ഓക്കെ, നമ്മൾ ആ ഒരു നല്ലൊരു പെർഫെക്റ്റായിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോപ്പർ ക്ലാഡാണ്. ഈ ഒരു കോപ്പർ ക്ലാഡിൻ്റെ നല്ലൊരു ഭാഗത്തേക്ക് ഇതിങ്ങനെ വച്ചതിന് ശേഷം നമുക്ക് ഒരു മാർക്കർ പെന്ന് വെച്ച് വരയ്ക്കുക. അതാണ് ചെയ്യേണ്ടത്. മാർക്കർ പെന്ന് വെച്ച് ഈ ഒരു കോപ്പർ ക്ലാഡ് വരച്ചെടുക്കുക. ഓക്കെ ഗൈസ്, ഞാനപ്പം കോപ്പർ ക്ലാഡിൽ ഈ ഒരു പേപ്പർ വെച്ചിട്ട് വരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ വരച്ചല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പഴയ ഹാക്സാ ബ്ലേഡാണ് ഇവിടെ കിടന്നതാണ്. അപ്പോൾ ഈ ഒരു ഹാക്സാ ബ്ലേഡ് വെച്ചിട്ട് ഈ ഒരു കോപ്പർ ക്ലാഡിനെ അളവിലും നമുക്ക് മുറിച്ചെടുക്കാം. ഗ്ലാസ് അപ്പോക്സിയിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ നമുക്ക് ഇതുപോലത്തെ ഗ്ലാസ് അപ്പോക്സി ഒരു സ്ക്വയർ ഫീറ്റിന് 395 രൂപയാണ് വില. ഇത് നമുക്ക് ഏകദേശം 145 രൂപയ്ക്ക് കിട്ടും. അത്രയും വില വ്യത്യാസമുണ്ട്. അപ്പം ക്യാഷ് ബഡ്ജറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇതിലും ചെയ്യാം. ഇതിൽ ചെയ്താലും അതിൽ ചെയ്താലൊക്കെ ഒരുപോലെ ആണെങ്കിലും ഗ്ലാസ് അപ്പോക്സിയാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ചതിന് ശേഷം ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഈ കോപ്പർ ക്ലാഡിനെ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഒരു ഹാക്സാ ബ്ലേഡ് വെച്ച് ഇതിനെ മുറിച്ചെടുത്തിരിക്കണം. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രബ്ബർ ഉണ്ടാവും വീട്ടിൽ. സ്ക്രബ്ബറും കുറച്ച് ഡിഷ് വാഷോ അല്ലെങ്കിൽ സോപ്പ് ഉണ്ടായിരിക്കും, നമ്മുടെ വിം പോലത്തെ സോപ്പ്. അത് വെച്ചിട്ട് ഇതിനെ നല്ലതുപോലെ വൃത്തിയായിട്ട് ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ കറുത്തിരിക്കുന്ന കോപ്പർ ക്ലാഡ് വെളുത്ത് വരും. അപ്പോൾ നമുക്കിനി ഇതിനെ കഴുകിയിട്ട് വരാം. ഒരു കയ്യിൽ ഓൺ ഹാൻഡ് ക്യാമറ ആയതുകൊണ്ട് തന്നെ അതെടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. സോറി, എല്ലാവരും ക്ഷമിക്കണം. ഞാനതൊന്ന് കഴുകിയിട്ട് വരാം. സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി.
അപ്പം നമുക്ക് ഈ ഒരു കോപ്പർ ക്ലാഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇപ്പം നല്ല രീതിയിൽ ഗ്ലേസിങ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അവസ്ഥയിലോട്ട് നമുക്ക് നല്ലപോലെ തേച്ച് കഴുകി ഇതിനെ എടുക്കണം. എടുത്തതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലേ ഔട്ടിൻ്റെ ടോണറാണ് നമുക്കിവിടെ ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ആ കറക്റ്റ് അളവിൽ ഇതിൻ്റെ മുകളിലോട്ട് വയ്ക്കുക. വച്ചതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ അയൺ ബോക്സ് ഇസ്തിരി പെട്ടി എല്ലാവരും വീട്ടിൽ കാണും. ഇത് അത്യാവശ്യം വെയിറ്റുള്ള ഒരു ഏകദേശം 1-1.5 കിലോ വെയിറ്റുള്ള ഒരു അയൺ ബോക്സാണ്. വെയിറ്റ് ഇല്ലാത്ത അയൺ ബോക്സും ചില ആൾക്കാർ വീട്ടിൽ കാണും. അപ്പം അവർ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം പ്രഷർ കൊടുത്തിട്ട് വേണം, ഇസ്തിരി പെട്ടിക്ക് മുകളിലോട്ട് മാക്സിമം പ്രഷർ കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്തിരി പെട്ടി വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൽ ഈ ഒരു ഭാഗത്ത് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഷോക്ക് വരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഇസ്തിരി പെട്ടി നേരെ പ്ലഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളണം, ഇവിടെ കറണ്ട് വരുന്ന കേസ് ശ്രദ്ധിച്ചുകൊള്ളണം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഹീറ്റ് ചെയ്യാം. ഇപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിതൊന്ന് പ്ലഗ് ചെയ്തിരിക്കുകയാണ്. ഇതൊന്ന് ഹീറ്റ് ആവുന്നത് വരെ നമുക്കിരിക്കാം. ജസ്റ്റ് ഇതൊന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ അളവിന് പിടിച്ചതിന് ശേഷം നമുക്ക് എൻ്റെ കയ്യിൽ DSLR ക്യാമറയും പിന്നെ ട്രൈപോഡെല്ലാം ഉണ്ട്. പക്ഷേ DSLR ക്യാമറ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഫോണിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്. ഒരു സ്റ്റൂളിൻ്റെ മേപ്പത്തോട്ടെടുത്ത് ചാരി വെച്ചിട്ടാണ് ഇതിപ്പം ചെയ്യുന്നത്. അപ്പം ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്കിങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ എടുത്തിട്ട് ഈ ഒരു പേപ്പറിൻ്റെ മുകളിലോട്ട് വയ്ക്കുക. ഓക്കെ, വച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അളവിന് വച്ചതിന് ശേഷം ഇസ്തിരി പെട്ടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉടുപ്പൊക്കെ തേക്കുമ്പോൾ, ഉടുപ്പും പാൻറ്റൊക്കെ തേക്കുന്നത് പോലെ ഇതിൽ ജസ്റ്റ് ഒന്ന് വെച്ച് പ്രസ് ചെയ്യുക. ജസ്റ്റ് പതുക്കെ ഒന്ന് ഹീറ്റ് ചെയ്ത് പ്രസ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ആ പേപ്പറിൻ്റെ പിൻവശത്തുള്ള ട്രാക്ക് മുകളിലോട്ട് തെളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്കിങ്ങനെ ചെയ്യാം. ഇത് ഒരു സ്റ്റൂളിൻ്റെ മേപ്പത്തോട്ടാണ് ഇപ്പോൾ എടുത്ത് വച്ചിട്ടുള്ളത്. സോ ഇതിനെ ഇങ്ങോട്ട് തിരിച്ചതിന് ശേഷം വീണ്ടും ഈ ഒരു ഇസ്തിരി പെട്ടി എടുത്ത് നല്ലതുപോലെ പ്രസ് ചെയ്യുക. ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വലുതായിട്ട് പ്രസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പം കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഈ ഒരു ട്രാക്ക് നമുക്ക് ഈ പേപ്പറിൻ്റെ പുറത്തൂടെ തന്നെ തെളിഞ്ഞ് കാണുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഇസ്തിരി പെട്ടി പകുതി കൂടുതലും ഇടുന്നതായിരിക്കും നല്ലത്. ചില വീഡിയോകളിൽ ഫുൾ ചൂടിൽ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. കാര്യം കോപ്പർ ഒരുമാതിരി പൊള്ളി വരും, പപ്പടം പൊള്ളുന്നത് പോലെ പൊള്ളി വരും. സോ അതുപോലെ അങ്ങനെ ചെയ്യരുത്. സോ ഇങ്ങനെ വേണം ചെയ്യാൻ. പകുതി കൂടുതൽ ഹീറ്റ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ പ്രസ് ചെയ്ത് നമുക്കിത് ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ട്രാക്ക് നമുക്ക് തെളിഞ്ഞ് പേപ്പറിൻ്റെ ബാക്കിലോട്ട് തെളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് സമയം ഇതിങ്ങനെ പ്രസ് ചെയ്ത് തേക്കണം. കുറച്ച് നമുക്ക് വെയിറ്റ് കുറഞ്ഞ ഇസ്തിരി പെട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് എത്ര പ്രഷർ കൊടുക്കാൻ പറ്റുമോ അത്രയും പ്രഷർ കൊടുത്ത് ചെയ്യുക. അതാണ് ചെയ്യാനുള്ളത്. അപ്പോഴേ നമുക്കൊരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് മാക്സിമം ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു 10-15 മിനിറ്റ്, കുറഞ്ഞത് 10 മിനിറ്റ് ഇത് തുടരുക. 10 മിനിറ്റ് എന്ന് വെച്ചാൽ 10 മിനിറ്റ് വേണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൊരു 7 മിനിറ്റെങ്കിലും നമ്മൾ ഇതിങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴേ നമുക്ക് ആ പതുക്കെ ബാക്കിലുള്ള ആ ഒരു സംഭവം മുൻഭാഗത്തോട്ട് തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാം. ഈ പേപ്പർ പല ക്വാളിറ്റിയിലുണ്ട്. നമുക്ക് പല ക്വാളിറ്റിയിൽ പല കടക്കാരെ ലാഭം നോക്കിയൊക്കെ ആയിരിക്കും അവർ വാങ്ങി വയ്ക്കുന്നത്. പല ക്വാളിറ്റിയിലുണ്ട്. ആമസോൺ പോലെയുള്ള ഓൺലൈൻ മാർക്കറ്റിലൊക്കെ നമുക്ക് ഇതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള പേപ്പർ 450, 500, 600 റേഞ്ചിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് അത്യാവശ്യം തരക്കടിയിലത്തെ ഏതെങ്കിലും വാങ്ങിയിട്ട് നമുക്കിത് ചെയ്യാം. കടയിൽ കൊണ്ട് കൊടുത്താൽ മതി. ആ പേപ്പറിൽ ചെയ്തു തരാൻ പറഞ്ഞാൽ അവരത് ചെയ്തു തരും. അപ്പോൾ ഇതിങ്ങനെ കുറേ നേരം ഇങ്ങനെ ആക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം റെഡിയായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതിങ്ങനെ ഹീറ്റ് ചെയ്തു. ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പതുക്കെ അത്യാവശ്യം ക്വാളിറ്റി കുറഞ്ഞ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്നൊന്നും ഇളക്കിയെടുക്കാം, കൈ കൊണ്ട് ഡയറക്റ്റ് ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കിതിനെ വെള്ളത്തിനകത്തേക്ക് ഇടാം. അടുത്ത് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ എടുത്ത കോപ്പർ ക്ലാഡ്, നമുക്ക് ടോണർ ട്രാൻസ്ഫർ ചെയ്യാൻ എടുത്ത കോപ്പർ ക്ലാഡ് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. ഇതുപോലെ അങ്ങ് ഇടുക. ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ ഇരിക്കുക. അതായത് ചെറുതായിട്ടൊന്ന് കുതിർന്നു വരും. നമ്മൾ ഈ ബദാമിൻ്റെ തൊലിയൊക്കെ കുതിർക്കുന്ന പോലെ ഇതിനെ നമുക്ക് കുതിർത്തെടുക്കാം. കുതിർത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ പേപ്പറിനെ പതുക്കെ ഇളക്കിയെടുക്കരുത്. നമുക്ക് വീഡിയോയിൽ കാണാം കുതിർന്ന് വരുന്ന എടുക്കണം. പതുക്കെ ആ പേപ്പറിനെ പതുക്കെ ഇളക്കിയെടുക്കും. വലിച്ച് ഇളക്കരുത്. പതുക്കെ ഞാൻ കാണിച്ചു തരാം. ആ രീതിയിൽ ഇളക്കിയെടുക്കുക.
ഫ്രണ്ട്സ് ഇത് ചെറുതായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പതുക്കെ ഇങ്ങനെ ഇളക്കി വേണം എടുക്കാൻ. ഒറ്റ വലിക്ക് എടുക്കാൻ പാടില്ല. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കിയിടണം കണ്ടോ, ഈ ഒരു ഭാഗം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലോട്ട് ഇങ്ങനെ മുക്കണം. ഇത് ഞാൻ സ്റ്റൂളിൻ്റെ മണ്ടയിലോട്ട് വയ്ക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇടയ്ക്കൊരു ഫോൺ എനിക്ക് ഇതുപോലെ പോയതേ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും പൈസ കൊടുത്തിട്ടാണ് ഈ ഒരു ഫോൺ വാങ്ങിയത്. അതുകൊണ്ട് എനിക്കൊരു ഭയമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുക്കിയെടുത്ത് പതുക്കെ വിരൽ വെച്ച് ഇങ്ങനെ പതുക്കെ ആക്കിയെടുക്കുക. ഇത് ക്വാളിറ്റി കുറഞ്ഞ ഒരു പേപ്പർ ആയതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ. ഇല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പേപ്പർ ഇളവി വരുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പതുക്കെ ഇളക്കിയെടുക്കാം. ഓക്കെ, അതിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നതാണ്.